കെഎസ്ആർടിസിയിലെ സൗജന്യ യാത്രയ്ക്കെതിരെ ഗതാഗത മന്ത്രി നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ പ്രതിഷേധിച്ച സി.പി. ജോണിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് മഹിളാ മോർച്ചയുടെ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകും. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ഒരു കേരള സമൂഹത്തിന് ചേരാത്ത വിധത്തിലുള്ള പ്രതികരണമാണ് ഇന്ന് ഗതാഗത മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിനെതിരെ സംസ്ഥാനത്തുടനീളം വലിയ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണോ ഇപ്പോൾ യുവമോർച്ചയും മഹിളാ മോർച്ചയും ചേർന്നുകൊണ്ട്? ഇപ്പോൾ തലസ്ഥാന നഗരിൽ നടക്കുന്ന പ്രതിഷേധ മാർച്ച് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എന്തൊക്കെ ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വെക്കുന്നത്? പ്രശാന്തേ. അശ്വതി, ഗതാഗത മന്ത്രിയുടെ വസതിയിലേക്കാണ്, ഔദ്യോഗിക വസതിയിലേക്കാണ് ഇപ്പോൾ മഹിളാ മോർച്ച മാർച്ച് സംഘടിപ്പിക്കുന്നത്. സ്ത്രീകളെ, വനിതകളെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ ഗതാഗത മന്ത്രിയുടെ പരാമർശമുണ്ടായിരിക്കുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. സി.പി. ജോൺ, ഗതാഗത മന്ത്രി സി.പി. ജോണിന്റെ വസതിയിലേക്കാണ് ഇപ്പോൾ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. മഹിളാ മോർച്ച നേതാക്കൾ എല്ലാവരും ഈ മാർച്ചിന്റെ ഭാഗമായിട്ടുണ്ട്. ശക്തമായ പ്രതിഷേധമാണ്. സ്ത്രീ സമൂഹത്തെ ഒന്നാകെ അപമാനിക്കുന്ന തരത്തിൽ, അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ഗതാഗത മന്ത്രി നടത്തിയത്. അതെ, ഗതാഗത മന്ത്രി സ്ത്രീകളെ മുഴുവൻ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് പറഞ്ഞത്. ഞങ്ങളെ വിളിച്ച് വരുത്തിയിട്ട് ഇല്ല, ഒരു പ്രിയദർശിനി ബസ്സും കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു കാര്യം പറയുന്ന മന്ത്രി രാജിവെക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്ത് അധിക്ഷേപമാണ് സ്ത്രീകളോടുള്ളത്. ഇവരുടെ പഴയകാല ചരിത്രം വീണ്ടും എടുത്തിടുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹം കാണിക്കുന്നത്. ആദ്യം ഈ സൗജന്യ യാത്ര നടപ്പിലാക്കുന്നു. മുഴുവൻ സ്ത്രീകൾക്കും മുഴുവൻ ബസ്സുകളിൽ സൗജന്യ യാത്ര എന്ന് പറയുന്നു. പിന്നീട് അത് ഓർഡിനറി ബസ്സിലേക്ക് മാത്രമാക്കി ചുരുക്കുന്നു. ഇപ്പോൾ ഓർഡിനറി ബസ്സിൽ സൗജന്യ യാത്ര നടക്കുന്ന ആ സ്ത്രീകളെ തന്നെ അപമാനിക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതെ, ഇലക്ഷന് മുന്നേ മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കുകയും അതിനുശേഷം ഓർഡിനറി ബസ് എന്ന് പറയും, പിന്നെ അത് മാറ്റി പ്രിയദർശിനി ബസ് എന്ന് പറയുന്ന ഒരു ടേം ഉള്ള ഒരു ബസ്സിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. അത് എല്ലാ പ്രദേശത്തും ഇല്ല. എന്നിട്ട് അത് കൊടുത്തിട്ടാണ് ഈ സ്ത്രീകളെ മുഴുവൻ നഗരമധ്യത്തിൽ അത്രയും നാണക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന അദ്ദേഹം നടത്തുന്നത്. അതിനെതിരെ മഹിളാ മോർച്ച ശക്തമായി പ്രതിഷേധിക്കുക തന്നെ ചെയ്യും. മന്ത്രി രാജിവെക്കണമെന്ന് തന്നെയാണല്ലോ പറയുന്നത്. രാജിവെക്കണമെന്ന് തന്നെയാണ് മഹിളാ മോർച്ചയുടെ ആവശ്യം. അതുവരെ പ്രതിഷേധം രാഖി, അത് തന്നെയാണ്, മന്ത്രി രാജിവെക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ മഹിളാ മോർച്ച ആവശ്യപ്പെടുന്നത്. ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് ഗതാഗത മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ നടത്തുന്നത്. ഈ സ്ത്രീ സമൂഹത്തെ ഒന്നാകെ അപമാനിക്കുന്ന തരത്തിൽ, അവഹേളിക്കുന്ന തരത്തിൽ, അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള സ്ത്രീവിരുദ്ധ പരാമർശമാണ് ഗതാഗത മന്ത്രി നടത്തിയിരിക്കുന്നത്. കെഎസ്ആർടിസിയിലെ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് സൗജന്യ യാത്ര നടത്തുന്ന ആ സ്ത്രീകളെ നമുക്കറിയാം. ഈ സൗജന്യ യാത്ര എന്ന് പറയുന്നത് അതിൽ കൊട്ടിഘോഷിച്ചുകൊണ്ടാണ് UDF സർക്കാർ ഇത് നടപ്പിലാക്കുന്നത്. മാത്രമല്ല, അവരുടെ കൊട്ടിഘോഷിച്ചാണ് അവർ നടപ്പിലാക്കുന്നത്. അവരുടെ പ്രകടന പത്രിക അടക്കം പറയുകയും മുഴുവൻ ബസ്സുകളിലും സൗജന്യ യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് KSRTC ബസ്സിലും സൗജന്യ യാത്ര എന്ന് ആദ്യം പറയുകയും പിന്നീട് അത് മാറ്റി ഓർഡിനറി ബസ്സുകളിലേക്ക് മാത്രമാക്കി ചുരുക്കുകയും ചെയ്തിരുന്നു. ഇതിന് ശേഷം ഇപ്പോൾ ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കെതിരെ അധിക്ഷേപം നടത്തുന്ന ഒരു നിലയിലേക്കാണ് UDFന്റെ ഗതാഗത മന്ത്രി ചെന്നെത്തിയിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ വ്യാപകമായ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ട് മഹിളാ മോർച്ച പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുന്നത്. ഗതാഗത മന്ത്രി രാജിവെക്കണമെന്ന് തന്നെയാണ് മഹിളാ മോർച്ച പ്രവർത്തകർ പറയുന്നത്. ഇപ്പോൾ വഴുതക്കാട്ടെ ഗതാഗത മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ കോലം കത്തിച്ച് പ്രതിഷേധിക്കാനാണ് മഹിളാ മോർച്ച പ്രവർത്തകർ തയ്യാറെടുക്കുന്നത്. ഗതാഗത മന്ത്രിയുടെ കോലമടക്കം ഇപ്പോൾ കത്തിച്ചുകൊണ്ട് മഹിളാ മോർച്ച പ്രവർത്തകർ പ്രതിഷേധിക്കും. നമുക്കറിയാം, സ്ത്രീ സമൂഹത്തെ ഒന്നാകെ അപമാനിക്കുന്ന, അവഹേളിക്കുന്ന തരത്തിലുള്ള രീതിയിലായിരുന്നു ഗതാഗത മന്ത്രിയുടെ സംഭാഷണം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഇപ്പോൾ പോലീസ് മഹിളാ മോർച്ച പ്രവർത്തകർ ഇപ്പോൾ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഗതാഗത മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് എത്തിയിരിക്കുന്നു. പോലീസ് അവരെ തടയുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഗതാഗത മന്ത്രിയുടെ സി.പി. ജോണിന്റെ കോലവുമായിട്ടാണ് ഈ മഹിളാ മോർച്ച പ്രവർത്തകർ ഔദ്യോഗിക വസതിക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. മാർച്ച് ചെയ്യാൻ എത്തിയിരിക്കുന്നത് അവരെ പോലീസ് തടയുന്നു. പോലീസും ഈ പ്രവർത്തകരും തമ്മിൽ ചെറിയ രീതിയിൽ ഒന്നും തള്ളും ഉണ്ടാകുന്നു. പ്രതിരോധിക്കാൻ പുരുഷ പോലീസുകളും ഈ കൂട്ടത്തിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ്. മന്ത്രിയുടെ രാജിയിൽ കുറഞ്ഞൊന്നും മഹിളാ മോർച്ച ആവശ്യപ്പെടുന്നില്ല. ഇത്തരത്തിൽ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ, സ്ത്രീകളെ അധിക്ഷേപിച്ച, അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തിയ മന്ത്രി രാജിവെക്കണം. മാത്രമല്ല, രാജിവെച്ചില്ലെങ്കിൽ തുടർന്നും ശക്തമായ രീതിയിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് മഹിളാ മോർച്ച പറയുന്നത്. ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗതാഗത മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ശക്തമായ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. മഹിളാ മോർച്ച പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ്. സ്ത്രീ സമൂഹത്തെ ഒന്നാകെ അവഹേളിച്ച,
സ്ത്രീ സമൂഹത്തെ ഒന്നാകെ അവഹേളിച്ച സ്ത്രീ സമൂഹത്തിൽ തന്നെ നാണം കെട്ടുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് നടത്തിയത്. ഇപ്പോൾ ഈ പ്രതിഷേധിക്കാനെത്തിയ മഹിളാ മോർച്ച പ്രവർത്തകരെ പോലീസ് തടയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശക്തമായ രീതിയിൽ പോലീസ് ഈ മഹിളാ മോർച്ച പ്രവർത്തകരെ തടയുന്നുണ്ട്. പ്രവർത്തകരും പോലീസുമായി ഉന്തും തള്ളും ജില്ലയിലേക്ക് എത്തിയിരിക്കുകയാണ്. സമാധാനപരമായിട്ടുള്ളൊരു പ്രതിഷേധം നയിക്കാനെത്തിയ പ്രവർത്തകർക്ക് നേരെയാണ് പോലീസിന്റെ ഭാഗത്തും ഇത്തരത്തിൽ നടപടികൾ ഉണ്ടാകുന്നത്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്ന ഒരു നിലയിലാണ് എത്തിയിരിക്കുന്നത്. ഗതാഗത മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിലാണ്, നിലവിൽ വഴുതക്കാട്ടെ വസതിക്ക് മുന്നിലാണ് മഹിളാ മോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. CP ജോൺ രാജിവെക്കണം, CP ജോണിന്റെ കോലം കത്തിച്ച് പ്രതിഷേധിക്കാനാണ് മഹിളാ മോർച്ച തയ്യാറെടുക്കുന്നത്. ഒരു ഭാഗത്ത് പോലീസ് വലിയ രീതിയിൽ പ്രതിരോധ മാർഗങ്ങൾ തീർക്കുന്നു. ഈ സമരം ചെയ്യാനെത്തിയ മഹിളാ മോർച്ച പ്രവർത്തകർക്ക് നേരെ ഇത്തരത്തിൽ കായികമായി നേരിടുന്നൊരു സാഹചര്യമാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത്. അത്തരം ഒരു നിലയിലേക്കാണ് ശക്തമായ പ്രതിഷേധം മുന്തും തള്ളും ഉണ്ടാകുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ മഹിളാ മോർച്ച പ്രവർത്തകരെ ഒന്നാകെ ഇത്തരത്തിൽ പിടിച്ച് നിലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ്. ശക്തമായ രീതിയിൽ പ്രതിഷേധം നടത്തുമ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ നടപടികൾ ഉണ്ടാകുന്നു എന്നതാണ് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. കായികമായി തന്നെ ഈ സമരക്കാരെ നേരിടാനുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായി പറയാനുള്ളത്. ഗതാഗത മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിലാണ് ഇപ്പോൾ മഹിളാ മോർച്ചയുടെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീ സമൂഹത്തെ ഒന്നാകെ അവഹേളിച്ച അപമാനിച്ച മന്ത്രി CP ജോൺ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വഴുതക്കാട്ടെ ഗതാഗത മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. പോലീസും ഈ മഹിളാ മോർച്ച പ്രവർത്തകരെ പോലീസ് അവിടെ നിന്നും പിടിച്ചു മാറ്റാനുള്ളൊരു നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധം ആണ് ഈ നിലവിൽ നടക്കുന്നത്. കാരണം ഇത്തരത്തിൽ ഉള്ള പരാമർശങ്ങൾ സ്ത്രീ സമൂഹത്തെ ഒന്നാകെ അപമാനിക്കുന്ന തരത്തിൽ, അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് മന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. ഒരാൾക്കും സഹിക്കാൻ കഴിയാത്ത നിലയിലുള്ള ഇത്തരത്തിൽ മുഴുവൻ സമൂഹത്തെയും സ്ത്രീ സമൂഹത്തെയും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ഇത് ഈ KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളെയല്ല, മുഴുവൻ കേരള സമൂഹത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും നേരെയുള്ള അധിക്ഷേപമായിട്ടാണ് മഹിളാ മോർച്ച കാണുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രി രാജിവെക്കണം, മന്ത്രിയുടെ രാജിക്കുറങ്ങും ഒന്നും തങ്ങൾ ആവശ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹിളാ മോർച്ച സമരവുമായി എത്തിയിരിക്കുന്നത്. ഗതാഗത മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ മഹിളാ മോർച്ച പ്രവർത്തകരെ പ്രതിഷേധിക്കാനെത്തിയ മഹിളാ മോർച്ച പ്രവർത്തകരെ ഒന്നാകെ കായികമായി നേരിടുന്ന ഒരു സാഹചര്യവും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നു, ഇവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്നു. പ്രതിഷേധം ശക്തമാവുകയാണ്. മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു.
സി പി ജോണിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രതിഷേധം കടുപ്പിക്കുകയാണ് ഇപ്പോൾ മഹിളാ മോർച്ച. ഗതാഗത മന്ത്രിയുടെ നാണം കെട്ട പ്രസ്താവനയ്ക്കെതിരെയാണ് ഇപ്പോൾ മഹിളാ മോർച്ചയുടെ പ്രതിഷേധം കണക്കുന്നത്. സി പി ജോണിനെതിരെ പ്രതിഷേധം. ഉടൻ തന്നെ ഗതാഗത മന്ത്രിയുടെ കോലം കത്തിക്കാനുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ മഹിളാ മോർച്ച നടക്കുന്നത്. പോലീസിന്റെ വലിയ രീതിയിലുള്ള പോലീസ് ഇത്തരത്തിൽ മഹിളാ മോർച്ച പ്രവർത്തകരെ അടിച്ചമർത്താനുള്ള ശ്രമമൊക്കെ നടത്തിയെങ്കിലും അതിൽ നിന്നും ഒരടി പോലും പിന്മാറാതെ ഗതാഗത മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുകയാണ്. സി പി ജോൺ എത്രയും വേഗം രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് മഹിളാ മോർച്ച ആവശ്യപ്പെടുന്നത്. ഇന്നും സംഭവിക്കാം. ഗതാഗത മന്ത്രിയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ സംസ്ഥാനത്തുടനീളം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ആളിക്കത്തുന്നത്. മഹിളാ മോർച്ച പ്രവർത്തകർ വലിയ രീതിയിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ്. പ്രശാന്ത് ശങ്കരമംഗലത്തുണ്ട് സംഭവ സ്ഥലത്ത് നിന്നും. പ്രശാന്തെ, ഇപ്പോഴും പ്രതിഷേധം പുരോഗമിക്കുകയാണ്. എന്താണ് ഈ പ്രതിഷേധക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം? മന്ത്രി ഇപ്പോൾ ഗതാഗത വസതിയിലുണ്ടോ? ക്ഷമിക്കണം, ഔദ്യോഗിക വസതിയിലുണ്ടോ? അശ്വതി, പ്രതിഷേധം കടുപ്പിക്കുകയാണ് മഹിളാ മോർച്ച പ്രവർത്തകർ. ഇപ്പോഴും ഗതാഗത മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ നിന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. അല്പസമയം മുമ്പ് ഈ ഗതാഗത മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിലുള്ള റോഡിനോട് ചേർന്ന സമീപത്ത് എത്തിയിരുന്നു കൊണ്ട് മഹിളാ മോർച്ച പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. ഗതാഗത മന്ത്രിയുടെ കോലം ഉൾപ്പെടെയാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. ആ കോലം ഉൾപ്പെടെ കത്തിച്ചുകൊണ്ട് പ്രതിഷേധിക്കാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. നമുക്കറിയാം, ഈ ഗതാഗത മന്ത്രിയുടെ പ്രസ്താവന എല്ലാ സ്ത്രീ സമൂഹത്തെയും ഒന്നാകെ അധിക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു ഗതാഗത മന്ത്രി സി പി ജോണിന്റെ പരാമർശമുണ്ടായത്. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ശക്തമായ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ മഹിളാ മോർച്ച പ്രവർത്തകർ തയ്യാറെടുക്കുന്നത്. ഇത്തരത്തിൽ മഹിളാ മോർച്ച മുന്നോട്ട് വയ്ക്കുന്നത് സി പി ജോണിന്റെ ഗതാഗത മന്ത്രിയുടെ രാജിയാണ്. രാജിയിൽ കുറഞ്ഞൊന്നും തങ്ങൾ ആവശ്യപ്പെടില്ല. അതുകൊണ്ട് തന്നെ സമരം ശക്തമാക്കുമെന്ന് തന്നെയാണ് മഹിളാ മോർച്ച പറയുന്നത്. ഇത് ഇന്നല്ലെങ്കിൽ നാളെയും ഇതിന്റെ തുടർ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും, തുടർ സമരങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ മന്ത്രി രാജിവെക്കുന്നത് വരെ ശക്തമായ രീതിയിൽ തന്നെ മഹിളാ മോർച്ച പ്രവർത്തകർ തയ്യാറെടുക്കുന്നത്. ഇത്തരത്തിലുള്ള മന്ത്രിയുടെ പരാമർശം നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിന്റെ വാഗ്ദാനമായിട്ടാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞതാണ് ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഏർപ്പെടുത്തുമെന്ന്. KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര ഏർപ്പെടുത്തുമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഭരണത്തിലേറിയതോടുകൂടി തന്നെ ഈ KSRTC ബസ് എന്നുള്ളത് ഓർഡിനറി ബസ്സായിട്ട് മാത്രം ആക്കി മാത്രം ചുരുക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആ ഓർഡിനറി ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കെതിരെ, വനിതകൾക്കെതിരെ ഇത്തരത്തിൽ മന്ത്രിയുടെ ഭാഗത്ത് മോശം സംസാരമുണ്ടായിരിക്കുന്നത്, മോശം പരാമർശമുണ്ടായിരിക്കുന്നത്, മോശം പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. ഇതിലാണ് യുവമോർച്ച പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നത്. നമുക്ക് അവരുടെ പ്രതിഷേധങ്ങളുടെ ദൃശ്യങ്ങൾ കാണാം. മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തന്നെ അവർ പ്രതിഷേധിക്കുകയാണ്. സൗജന്യ യാത്ര നൽകിയപ്പോൾ സ്ത്രീകളെല്ലാം വലിഞ്ഞു പിടിച്ചു പ്രിയദർശിനി ബസ്സുകളിൽ കയറുകയാണ് എന്നുള്ള പ്രസ്താവനയാണ് ഗതാഗത മന്ത്രി സി പി ജോൺ പൊതുജനമധ്യത്തിൽ നടത്തിയിരിക്കുന്നത്. അപ്പം ഈ പ്രസ്താവന വലിയ വിവാദമാകുമ്പോഴും ആ പ്രസ്താവന പിൻവലിക്കാനോ അതിലൊരു വിശദീകരണം നൽകാനോ ഒരു മാപ്പ് പറയാനോ ഇവിടുത്തെ ഈ പൊതുസമൂഹത്തിന്റെ വലിയ ഉത്തരവാദിത്വം വഹിക്കുന്ന ഗതാഗത മന്ത്രിക്ക് ആകുന്നില്ല. അതിൽ വലിയ രീതിയിൽ ഇപ്പോൾ വ്യാപക പ്രതിഷേധം കനക്കുകയാണ്. പ്രിയദർശിനി, ഞങ്ങൾ സ്ത്രീകൾക്ക് ഔദാര്യമല്ല സർക്കാരെ വേണ്ടത്. ഞങ്ങൾ ചോദിച്ചിട്ടല്ല പ്രിയദർശിനിയിൽ നിങ്ങൾ ഔദാര്യം നൽകിയത്. നിങ്ങൾ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞ ആ ഗ്യാരണ്ടിയാണ് നിങ്ങൾ അധികാരത്തിലേറിയപ്പോൾ നടപ്പാക്കിയത്. അതിനാണോ സ്ത്രീകളെ എല്ലാവരെയും ഇത്രയടക്കം ഇങ്ങനെ അധിക്ഷേപിച്ചത് എന്നുള്ള ചോദ്യമാണ് സംസ്ഥാനത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഉയരുന്നത്. ഇപ്പോൾ പ്രതിഷേധം പുരോഗമിക്കുകയാണ്. ഗതാഗത മന്ത്രി സി പി ജോണിന്റെ കോലം കത്തിക്കുകയാണ് മഹിളാ മോർച്ച പ്രവർത്തകർ. പ്രിയദർശിനിയിൽ ചൂലുകൊണ്ടടിക്കുകയാണ് ഗതാഗത മന്ത്രിയുടെ കോലത്തിൽ മഹിളാ മോർച്ച പ്രവർത്തകർ. ഈ പൊതുസമൂഹത്തിൽ, ഈ കേരള സമൂഹത്തിലെ സ്ത്രീകളെ ഒന്നടങ്കം അധിക്ഷേപിച്ച ഗതാഗത മന്ത്രി എത്രയും പെട്ടെന്ന് രാജിവെക്കുക. ഇനി ആ കസേരയിലിരിക്കാൻ ഒരു നിമിഷം പോലും ഗതാഗത മന്ത്രി അർഹനല്ല എന്നുള്ള ഏറ്റവും വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ വരുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
പ്രിയദർശിനി ബസ്സിൽ സ്ത്രീകൾ വലിഞ്ഞുകയറി യാത്ര ചെയ്യുന്നു. സൗജന്യ യാത്ര പ്രഖ്യാപിച്ചതിന് പിന്നാലെ പിന്നെ ആർക്കാണ് നിങ്ങൾ സൗജന്യ യാത്ര അനുവദിച്ചത്? അതാണ് കേരളത്തിലെ സ്ത്രീകൾ ചോദിക്കുന്നത്. എന്തായാലും ഗതാഗത മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം അങ്ങോളം ഇങ്ങോളം ഉയരുകയാണ്. മഹിളാ മോർച്ച പ്രവർത്തകർ വലിയ രീതിയിൽ ശക്തമായി പ്രതിഷേധിക്കുകയാണ്.